Hi all, welcome to So how did I end up here? ഈ കാനഡേൻ്റെ തണുത്ത് വിറങ്ങലിച്ച കാലാവസ്ഥയിൽ നിന്ന് ഇറ്റലീൻ്റെ ചൂടും സമാധാനവും ശാന്തതയുമുള്ള ഒരു കാലാവസ്ഥയിലേക്ക് എത്തിയൊരു കുഞ്ഞിക്കഥ. അതിന് കുറച്ച് പുറകോട്ട് പോകണം. ഇന്ന് ഒരു കാര്യത്തിന് പ്രത്യേകതയുണ്ട്. എൻ്റെ വർക്കിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഞാൻ ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു. ഇവിടെ ഇപ്പം നല്ല എക്സ്ട്രീം വെതറാണ്. ഈ മഞ്ഞും ഈ തണുപ്പും ഈ ഇങ്ങനത്തെ എക്സ്ട്രീം വെതറിൽ നിന്ന് ഞാൻ ഒരു വെക്കേഷൻ പോവുകയാണ്. നാട്ടിൽ പോകാൻ ഇനി ഏകദേശം ഒരു 5-6 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ അവസ്ഥ നിങ്ങളൊന്ന് ജസ്റ്റ് കാണിക്കാം. ഇങ്ങനെ ഏകദേശം ഫുള്ളി കവേർഡാണ്, സ്നോ കൊണ്ട് ടോട്ടലി കവേർഡാണ്. എൻ്റെ വണ്ടിയൊക്കെ ഫുൾ കവേർഡാണ്. ഈ എക്സ്ട്രീം ക്ലൈമറ്റിൽ നിന്ന് ഞാനൊരു കുറച്ച് നല്ല സ്ഥലത്തേക്കാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഈസ് കൈൻഡ് ഓഫ് exciting for me, at the same time it's kind of scary for me. ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് എൻറ്റയർലി ഒരു വേറൊരു ഐറ്റമാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ സ്നോ കാരണം ഒരു സാധനം കാണത്തില്ല. ഒരു എക്സ്ട്രീമായിട്ട് എല്ലായിടവും സ്നോ കാരണം കവേർഡാണ്. എന്നെ കൊണ്ടുവിടാൻ ഇത്ര ആകാംക്ഷ ഞാൻ വേറെ ആർക്കും കണ്ടിട്ടില്ല. ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുക എന്ന രീതിയിലാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ ഏകദേശം പെട്ടിയെല്ലാം അങ്ങ് പാക്ക് ചെയ്ത് എയർപോർട്ടിലോട്ട് വിടുകയാണ്. ഇനി ബാക്കി കാഴ്ച വഴിയെ കാണിക്കാം. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് നേരെ 401 എടുത്ത് എയർപോർട്ടിലോട്ട് പോവുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ പോകുമ്പോൾ എപ്പോഴും കാണുന്ന ഈ ബോർഡാണ് പിയേഴ്സൺ എയർപോർട്ട് എന്ന് പറയുന്നത്. എവിടെ പോയാലും തിരിച്ചു വരുമ്പോൾ കാണുമ്പോൾ ഞങ്ങൾ ഓർക്കും ഒന്ന് നാട്ടിൽ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന്. എല്ലാ പ്രവാസിൻ്റെയും കഥ ഇത് തന്നെയാണ്. നാട്ടിൽ പോകുക എന്നതൊരു വലിയ ആഗ്രഹമാണ്. പക്ഷേ ഇവർക്കൊരു വ്യത്യാസമുണ്ട്. ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസമെങ്കിലും സമാധാനമായിട്ട് അവിടെ ഇരിക്കാമല്ലോ എന്ന പ്രതീക്ഷയിൽ എന്നെ എത്ര പെട്ടെന്ന് ചെക്ക് ഇൻ കൗണ്ടറിൽ കൊണ്ടുപോയിട്ട് അവർ ഡ്രോപ്പ് ചെയ്തു. ബാഗെല്ലാം അവിടുന്ന് തന്നെ എത്രയും പെട്ടെന്ന് ചെക്ക് ഇൻ ചെയ്ത് ഞാൻ വെയിറ്റ് എല്ലാം ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് അവിടുന്ന് വേഗം ബോർഡിംഗ് ഏരിയയിലോട്ട് പോയി ഗേറ്റ് തപ്പി. ഈ ടൊറൻറ്റോ പിയേഴ്സൺ എയർപോർട്ടിൻ്റെ കേസിൽ എനിക്ക് മനസ്സിലായത് വളരെ ഓർഗനൈസ്ഡ് ആണ്, വളരെ ഭംഗിയിലാണ് അതിരിക്കുന്നത്. എനിക്ക് എക്സാക്ട്ലി എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. എനിക്ക് ഭയങ്കര ക്ലീൻ ആയിട്ട് തോന്നി. ബാക്കി കമ്പയർഡ് ടു അതർ എയർപോർട്ട്സ് ഐ ബീൻ അത്യാവശ്യം വൃത്തിയിൽ നല്ല ക്ലീനായി എല്ലാം ഓർഗനൈസ്ഡായി കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് പല കാര്യങ്ങളും. ബാക്കി പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി ചെക്കാണ്. നമ്മുടെ കയ്യിലുള്ള വാലറ്റ് മെറ്റൽ ഐറ്റംസ് എല്ലാം മാറ്റി ഓരോ ട്രെയിലിട്ട് അങ്ങ് കയറി സ്മൂത്തായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പം വെയിറ്റിംഗ് ഏരിയയിലാണ്. എയർ കാനഡേൻ്റെ ഫ്ലൈറ്റ് ഏകദേശം വരുന്നതെന്ന് വെച്ചാൽ 7:15 ആകുമ്പോഴാണ് ഇവിടുന്ന് ടൊറൻറ്റോയിൽ നിന്ന് എടുക്കുന്നത്. ടൊറൻറ്റോയിൽ നിന്ന് നേരെ ഇത് ഇറ്റലി റോമിലോട്ടാണ് പോകുന്നത്. റോമിൽ ഒരു രാവിലെ 10 മണിയാകുമ്പോഴത്തേക്കും എത്തും. അപ്പോൾ വൈകുന്നേരമാണ്. ഇപ്പോൾ അധികം തിരക്കില്ല. ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, അത്രയ്ക്ക് തിരക്കില്ല. എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. സോ ഐ വിൽ കണ്ടിന്യൂ ദിസ് ഫ്രം റോം അഗെയിൻ. സോ ഇറ്റ്സ് ടൈം ടു ബോർഡ് ദ ഫ്ലൈറ്റ്. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തോളം നടന്നാൽ ജീവിതത്തിനൊരു മനോഹാരിത കാണത്തില്ല. എൻ്റെ ഈ പ്ലാനിലും ചെറിയ പാളിച്ചയുണ്ടായി. എയർ കാനഡേൻ്റെ ഫ്ലൈറ്റ് ഏകദേശം 1 മണിക്കൂർ ലേറ്റ് ആയതിനു ശേഷമാണ് വന്നത്. എങ്കിലും ഞാൻ തളർന്നില്ല, തികച്ചും പോസിറ്റീവാണ്. വളരെ നല്ല കാഴ്ചകളാണ് ആ ഫ്ലൈറ്റ് എനിക്ക് സമ്മാനിച്ചത്. ഏകദേശം മഞ്ഞ് വീണ മലകളുടെ മുകളിലൂടെയും ഇറ്റാലിയൻ കോസ്റ്റൽ ടൗൺസും റോമൻ നഗരവും എന്നെ വളരെയേറെ അതിശയിപ്പിച്ചു. രാവിലെ 10 മണിയായപ്പോഴത്തേക്കും ഏകദേശം റോം ഫിമിച്ചിനോ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വലിയ തിരക്കൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ടൊറൻറ്റോ പിയേഴ്സൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ഇച്ചിരി കാമായിട്ട് എനിക്ക് തോന്നി. ഇനി ദിവസത്തിൻ്റെ പ്രത്യേകതയാണോ എന്ന് അറിയത്തില്ല. ബാഗേജ് എല്ലാം പെട്ടെന്ന് വന്നു. ഇതുവരെ കുഴപ്പമൊന്നും വന്നിട്ടില്ല. ഇനി എൻ്റെ ഡ്രോണും സാധനമൊക്കെ ഇതിൻ്റെ അകത്തുണ്ടോ എന്ന് മാത്രമേ എനിക്ക് ഡൗട്ടുള്ളൂ. ബാക്കി ഞാൻ നോക്കിയിടത്തോളം വൃത്തിയാണ്, ക്ലീനാണ് സ്ഥലം, വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നെ പിക്ക് ചെയ്യാൻ വരും. അവർ വന്നതിന് ശേഷം ബാക്കി എല്ലായിടവും കണ്ട് പോകാമെന്നാണ് എൻ്റെ ഉദ്ദേശം. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അറിഞ്ഞില്ല ഈ അപകടത്തിലേക്കാണ് ഞാൻ ചെന്നുപെടുന്നത് എന്ന്. നമ്മൾ ഇപ്പം എവിടെയാണ് സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഗായ്സ് വഴിയെ പോയി ഞാൻ ഇതിൻ്റെ അത് കയറി. ഗായ്സ് ഏതോ വലിയ വ്ളോഗേഴ്സ് ആണെന്ന് തോന്നുന്നു. ഗായ്സ്